ലൈന് കണ്ടു. ചിത്രവരി എന്തെങ്കിലും കെണിയൊരുക്കി ബിസിനസ് ചെയ്യുന്നു. ഇവിടെ പ്രിയത്തുള്ള ഇതിലെന്താടി ഇത്ര കെണി? ഞാൻ മൊത്തം കെണിയല്ലേടി. ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ അന്തസ്സായി വെല്ലുവിളി ഏറ്റെടുത്തിട്ട് പോയി വരയ്ക്കടി ഡ്രൈവിംഗ് സ്കൂൾ തള്ളച്ചി. അല്ലാതെ ചിത്രം വരയ്ക്കാൻ വെല്ലുവിളിച്ച ആളോട് എൻ്റെ 18 കേസിൻ്റെ സംഭവം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് തിരിച്ച് വെല്ലുവിളിക്കുകയല്ല ചെയ്യേണ്ടത്. ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റോ ഇല്ലെങ്കിൽ പോടി. നിന്റെ ആ ഒരേ ഒരു കാർട്ടൂൺ പടം അല്ലാണ്ട് വല്ല കോപ്പും വരയ്ക്കാൻ അറിയോടി? കോപ്പ നിനക്ക്. ഞാൻ വരയ്ക്കില്ല എന്ന് പറഞ്ഞില്ല, നിങ്ങൾ പറയും പോലെ കേൾക്കൂല എന്ന് പറഞ്ഞില്ല. പിന്നെ വേറൊരു കാര്യം കേട്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരണേ. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് ഏകദേശം 1000 രൂപന്റെ പെട്രോൾ ആവും. നിനക്കാകുമ്പോൾ ബസ്സിനല്ലല്ലോ ഇനി വരല്ലോ, ഗുഡ്സിൽ വരുന്ന സമയത്ത് ചേച്ചിയുടെ വിദ്യാഭ്യാസം വെച്ചിട്ട് ജില്ലാ കളക്ടറെയോ ജില്ലാ മന്ത്രിയെയോ, ജില്ലയിൽ മന്ത്രി ഉണ്ടാവില്ലേ അല്ലേ? അതാണ്ട് നമുക്ക് മന്ത്രി തന്നെ ഉണ്ടാക്കാം. ജില്ലാ മന്ത്രിയെയോ ഇനി പ്രധാനമന്ത്രിയെയോ, അതും അല്ലെങ്കിൽ ഇപ്പൊ ആരെയൊക്കെ കിട്ടൂ? ആ ഡോക്ടറോ, അറ്റ്ലീസ്റ്റ് ഒരു പല്ലിന്റെ ഡോക്ടറെങ്കിലും ആവായിരുന്നു. ഇപ്പം നിങ്ങൾ കേട്ടല്ലോ, ഓരോ പൊസിഷനിലിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളെ മുഴുവൻ വല വീശി പിടിക്കാൻ ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കഴിവ് നമുക്കുണ്ടോ? നമുക്ക് ആ കഴിവില്ല. അപ്പോൾ കഴിവുള്ളത് കൊണ്ടാണ് അമ്മായി ഇങ്ങനെ എടുത്തടിച്ച് ഇന്നാളെ പിടിക്കുക എന്ന് പറയുന്നത്. അമ്മായി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി മറ്റുള്ളവരെയും കൂടി പഠിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. കുടുംബം മൊത്തം ഡ്രൈവിംഗ് സ്കൂളാണ്. പിന്നെ അങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാണ്ടിരിക്കും ആണുങ്ങളെ പിടിക്കുക പിടിക്കുന്നു. മൊത്തത്തിൽ ഇപ്പോൾ ഇവള് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നമ്മളെ കൂടി പഠിപ്പിക്കാൻ നോക്കുവാണ്. നീ അതങ്ങ് പോയി പള്ളി പറഞ്ഞാൽ മതി, മനസ്സിലായത്? അക്കൗണ്ടിനകത്ത് ചേച്ചിയുടെ ബ്ലോക്ക് ചെയ്യാനുള്ള വകുപ്പ് വല്ലതും പറഞ്ഞു തരാമോ? തന്നിട്ടുണ്ടായിരുന്ന വലിയ ഉപകാരമായിരുന്നു. എന്റെ വീഡിയോ താങ്കൾ കണ്ടോളൂ, പക്ഷെ താങ്കളുടെ വീഡിയോ എനിക്ക് കാണാൻ താല്പര്യം ഇല്ലേ, അതുകൊണ്ടാണ്. താല്പര്യം ഇല്ലാഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഒക്കെ മറുപടി ആയിട്ട് വരുന്നത്. അപ്പൊ കണ്ടല്ലോ, ഡ്രൈവിംഗ് സ്കൂൾ ബസ് സ്റ്റാൻഡ് കക്കൂസമ്മായിക്ക് നമ്മുടെ ഒന്നും വീഡിയോ കാണാൻ താല്പര്യമില്ല, വേണ്ട, കാണണ്ട. പക്ഷെ ഡ്രൈവിംഗ് സ്കൂൾ അമ്മായി അത് ചെയ്യൂല. അമ്മായിയുടെ കൈ അപ്പോഴത്തേക്കും എന്താണ് ഇവന്മാർ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി കൈ ആ പ്ലേ ബട്ടൺമേലേക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ വീഡിയോ പ്ലേ ആവും. എന്നിട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഇങ്ങനെ ഇരുന്ന് കാണും, എന്നിട്ട് ഓരോ മറുപടി ഇടും. എന്നിട്ട് വന്നിരുന്ന് പറയുന്ന വർത്താനാണ്. വീഡിയോ വരാതിരിക്കാൻ വല്ലൊരു ചാൻസ് ഉണ്ടോന്ന്? വീഡിയോ വരുമ്പം കാണണ്ടെന്ന് വെച്ചാൽ മതി, കാണുകയും ചെയ്യും, അതിനുള്ള മറുപടിയും തരും. എന്നിട്ട് ഈ വക കുണഞ്ഞ വർത്താനവും പറയും. വല്ലാത്തൊരു ഡ്രൈവിംഗ് സ്കൂളല്ലേ, ഭയങ്കര ഡ്രൈവിംഗ് സ്കൂള്. എനിക്ക് കാണാൻ താല്പര്യം ഇല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഈ ഫ്രീ ആയിട്ട് എന്താ തലക്ക് ആദില നൂറ എന്ന് പറഞ്ഞിട്ടുള്ള പെൺകുട്ടികളുടെ വീഡിയോ കാണാറുണ്ടോ? അടുത്തത് നിങ്ങൾക്ക് കേൾക്കാം. പ്രിയ ബൈജേട്ടന് പഠിച്ചോ ചേച്ചിയെ? ആദില നൂറ അറിയാലോ, അതാണിപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ അമ്മായി ഇവിടെ ഉദ്ദേശിച്ചത്. ആദിലയുടെയും നൂറയുടെയും കഥ ഇവിടെ കൊണ്ടുവന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? കണ്ണൂരും തൃശ്ശൂരും ഇരുന്നിട്ട് ഞാനും ലിസ്ത പലക്കലും എങ്ങനെടേ, നമ്മളെന്താ ലെസ്ബിയനോ? കട്ടൻ ചായ കുടിച്ചിട്ടാ പോയത്. നിങ്ങൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ കട്ടൻ ചായ കുടിക്കാനോ? അപ്പം കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ കട്ടൻ ചായ കുടിക്കാവൂ? അവരാണ് പറയാൻ കട്ടൻ ചായ തലയ്ക്ക് വെളിവില്ലാണ്ട് പറയാണ് ഈ ഡ്രൈവിംഗ് സ്കൂള്. നമ്മുടെ അമ്മച്ചി, സെയിൽസ് ഗേൾ അമ്മച്ചി. പക്ഷെ ചേച്ചിയെ ഒരു ചിത്രകാരന് അല്ലെങ്കിൽ ഒരു ചിത്രകാരി ഒരു ഡ്രോയിങ് വരയ്ക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആംബിയൻസ് വേണം. ആ ആംബിയൻസ് ആണ് ഞാൻ ചോദിച്ചത്. അതിനിട്ടോളം ആൾക്കാരുടെ പേര് പീഡനക്കേസ് കൊടുത്ത് ആ പേപ്പർ, അതിലൊരു പേപ്പറിന്റെ ബാക്കിലായിട്ട് ഞാൻ വരച്ചു തരാം. പിന്നെ നിന്റെ പ്രിയനെ കൂട്ടിയാൽ നിന്റെയും കൂടി കാരണം ഞാൻ അടിച്ചു പൊട്ടിക്കില്ല, സത്യമായിട്ട്. പിന്നെ എന്തിനാ ടീച്ചേഴ്സിനെ നിന്റെ കാരണം അടിച്ചു പൊട്ടിച്ച് പറഞ്ഞ എനിക്ക് കേസ് കൊടുത്ത് ഞാൻ 14 ദിവസം റിമാൻഡായി. പ്രിയനെ കൂട്ടിയാൽ ഇവള് മുട്ടയിടും. അതുകൊണ്ടാണ് ഇപ്പൊ പ്രിയനെ കൂട്ടിയാൽ രസിതയുടെയും കാരണം അടിച്ചു പോയിക്കെന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? എന്നെ കൂട്ടി വന്നാൽ ലസിതേനെ അടിക്കുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഞാൻ വരണ്ടേ? നീയല്ലേ എന്നെ കാണാണ്ട് നിന്റെ ലവനും കൂടി മുട്ടി നടന്നത്? മുട്ടിയതൊക്കെ നീ മുട്ടയിട്ടോടി. പബ്ലിക്കിന്റെ മുമ്പിൽ, പ്രിയയുടെ മുമ്പിലങ്ങ് നീ തോറ്റുപോയാലോ? നാറിയില്ലേ? ക്യാമറ ഉണ്ടാവില്ലേ? മീഡിയക്കാരുണ്ടാവില്ലേ? നീ നാറും.
നീ മൊത്തത്തിൽ നാറും. അന്നാണ് നീ ശരിക്കും നാറാൻ പോണത്. നിനക്ക് വരയുടെ ABCD അറിഞ്ഞുകൂടാ. നിനക്ക് നിന്റെ ഒരേ ഒരു പിക്ചർ അല്ലാണ്ട് വേറെ ഒരു വര വരയ്ക്കാൻ നിനക്ക് അറിഞ്ഞുകൂടാന്നുള്ള കാര്യം അന്ന് വെളിച്ചത്ത് വരും. നിനക്ക് ഏറ്റെടുക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കാതെ നേരിട്ട് വെല്ലുവിളി ഏറ്റെടുത്തിട്ട് വരയ്ക്കാൻ വാടി നാറി. അപ്പോഴറിയാം നിനക്ക് രണ്ടാമത് വേറൊരു പിക്ചർ വരയ്ക്കാനുള്ള ആംബിയർ ഉണ്ടോ എന്നറിയാം. നീ എൻ്റെ ഒപ്പം ഇരുന്നിട്ട് വെള്ള പേപ്പറിൽ പ്ലെയിൻ പേപ്പറിൽ വരയ്ക്കി. ഏറ്റെടുക്കാനുള്ള ആംബിയർ ഇല്ലെങ്കിൽ പോടി പുല്ല. ഇതുപോലെ ചെലച്ചുകൊണ്ട് വരല്ലേടി. ബസ് സ്റ്റാൻഡ്, കക്കൂസ്, ഡ്രൈവിംഗ് സ്കൂൾ, അമ്മായി, മുതുക്കി തള്ള. പിള്ളേര് വീട്ടിൽ നിന്ന് പട്ടിണിയായി. നിന്നെ പോലെ അല്ലടി. പിള്ളേരെ ടീച്ചേഴ്സിനെ നിന്റെ കാരണം അടിച്ചു പൊട്ടിച്ച് മണ്ണെന്നെനിക്ക് കേസ് കൊടുത്ത് ഞാൻ 14 ദിവസം റിമാൻഡായി. എൻ്റെ പിള്ളേര് വീട്ടിൽ നിന്ന് പട്ടിണിയായി. നിന്നെ പോലെ അല്ലടി. പിള്ളേരെയും കൊണ്ടിട്ടാണ് നടക്കുന്നത്. നീ പിന്നെ പിള്ളേരെ ഉപേക്ഷിച്ചു. ഒരു വീഡിയോയിൽ ഇത്ര ചെറുപ്പത്തിലെ ഈ പിള്ളേർക്ക് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത് ടൂറ് പോകുന്ന പോലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനാണ്. അതിനുള്ള ട്രെയിനിങ് ആണ് ഈ ബസ് സ്റ്റാൻഡ് ഡ്രൈവിംഗ് സ്കൂൾ അമ്മായി പിള്ളേർക്ക് കൊടുത്തിരിക്കുന്നത്. എന്നാലും കൊച്ചിനെ ഞാൻ കൊടുക്കത്തില്ലെന്നാ. എൻ്റെ കുഞ്ഞുങ്ങളാണ്. പക്ഷേ ഇത് ഷേണായി നൈസായിട്ട് തറവാട്ട് കൊണ്ടുവച്ചാൽ. അല്ലടി, നിന്റെ ഈ വീട് കയറി താമസത്തിന് ചലീങ്കാക്കയുടെ ബന്ധുക്കളൊന്നും വന്നില്ലേ? ചലീങ്കാക്കയ്ക്ക് ബന്ധത്തിൽപ്പെട്ട അനിയൻ്റെ മോനല്ലാണ്ട് വേറെയും സ്വന്തം കൂടപ്പിറപ്പുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഒന്നിനെയും കണ്ടില്ലല്ലോടി. അതുമാത്രമല്ല, ഹൗസ് വാമിങ്ങിനുള്ള ക്ഷണക്കത്തിൽ ചലിങ്കാക്കയുടെ നമ്പറിന് പകരം അരണയുടെ നമ്പർ അടിച്ചു വെച്ചു. നിന്റെ ആ പെരട്ട പന്നി വാപ്പയടക്കം അരണയുടെ തന്തയടക്കം അന്ന് വീട്ടിൽ കയറി കൂടലിൻ്റെ അന്നേ ഹൗസ് വാമിങ്ങിന് ജൂൺ 1 തീയതി എല്ലാവരും ചിന്തരികിടതവുമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു എന്നൊക്കെയാണ് കേട്ടത്. 31 തീയതി രാത്രിയും അത്രയും ദിവസം ഒരു കുഴപ്പമില്ലാണ്ടിരുന്ന വാപ്പക്കും പണി കിട്ടി, മൂക്കും പണി കിട്ടി, അരണയുടെ തന്തക്കും തള്ളക്കും വരെ പണി കിട്ടി. ഉഗ്രം ബെസ്റ്റ് വീടാണല്ലോടി പണിത് വച്ചിരിക്കുന്നത്. ഒന്ന് കയറിയപ്പോഴത്തേക്ക് ഇമ്മാതിര പണി. ഇനി എന്തൊക്കെ ഉണ്ടാവുമോ എന്തോ, കാത്തിരുന്ന് കാണാം, കണ്ടറിയാം. ഇപ്പൊ മക്കളുടെ കാര്യമൊക്കെ നോക്കാറ് കുഴപ്പമില്ല ചേച്ചിയെ. അപ്പൊ നമ്മള് ചലഞ്ച് ഡേറ്റും സ്ഥലവും പറഞ്ഞാൽ മതി. ഞാൻ റെഡിയാണ്. ഇന്ന് ഉച്ചക്ക് വേണേ ഉച്ചക്കാവാം, വൈകിട്ട് വേണേ വൈകിട്ടാവാം. ഇനി അരമണിക്കൂർ മുമ്പേ ആണെങ്കിൽ അരമണിക്കൂർ മുമ്പേ ആവാം. നിന്റെ കയ്യിലുള്ള പടം വരയ്ക്കാനല്ല പറയുന്നത്. ഇവളുടെ കയ്യിൽ ആകെ ഒരേ ഒരു പടത്തിൻ്റെ അച്ചുള്ളൂ. അത് കഴിഞ്ഞ ഇവൾക്ക് വേറെ അച്ചില്ല. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ചിരി വരുക ഇത് കാണുമ്പോൾ. ഈ നാടകം കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? വരയ്ക്കാൻ പറഞ്ഞാൽ വന്ന് വരയ്ക്കുക. ഒരു കലാകാരനാണെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ധൈര്യപൂർവ്വം ചലഞ്ച് ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ ഡ്രൈവിംഗ് സ്കൂൾ അമ്മായി വരയ്ക്കാതിരിക്കാനുള്ള പണികളാണ് പണിയുന്നത്. കഷ്ടമുണ്ട്, ചിരി വരിക ഇതൊക്കെ കാണുമ്പോൾ. എനിക്ക് വേണ്ട കാര്യം മേടിച്ചാൽ മാത്രമേ എനിക്കത് വരയ്ക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ കോപ്പി പേസ്റ്റ് ആയിക്കോട്ടെ, പക്ഷെ 1000-ന് പുറത്ത് ഞാൻ വിറ്റുപോയിട്ടോ. അതാണെങ്കിലും മേടിക്കാൻ ആളുണ്ട് ചേച്ചി. ഏതായാലും അതിലൊരു മാന്യതയുണ്ട്. മാല മോഷ്ടിക്കുന്നതിനെക്കാട്ടിലും മാന്യതയുണ്ട്. ഞാൻ വരയ്ക്കുന്ന ചിത്രത്തിൽ മാല മോഷ്ടിക്കുന്നതിനെക്കാട്ടിലും മാന്യത ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് പലരുടെയും കോൾ ചോർത്തല് അതിനെക്കാട്ടിലും മാന്യതയുണ്ട്. നിന്റെ കോൾ എൻ്റെ പിള്ളേര് ചോർത്തി എന്നാണോലെ പറഞ്ഞത്. അമ്മായി ഇതിനുള്ള മറുപടി തരണമെന്ന് വിചാരിക്കുന്നു. പിന്നെ DNA ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. നമുക്ക് വെല്ലുവിളിച്ച എനിക്ക് വേണ്ടി കാണിക്കപ്പെടിയായി. അമ്മായി തന്നതിലും വലിയ മറുപടി ഇതാ ഈ അമ്മച്ചി തന്നിട്ടുണ്ട്. ഇതുകൊണ്ട് നീ അങ്ങോട്ട് തൃപ്തി അടയണം.